ഹാൻഡ് മെയ്ഡ് വർക്കാണ്. ഇത് ഞങ്ങൾ തന്നെ ഇവിടെ മോൾഡ് ചെയ്ത് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ ഇവിടെ സെറ്റ് ചെയ്യുന്നതാണ്. ലൈറ്റ് വർക്ക് വരും അല്ലേ? ഇതിന്റെ ലൈറ്റ് വരും, ഇതിന്റെ കോവ് ലൈറ്റും വരും. പിന്നെ ഇത് പ്രൊഫൈലിൽ ഇത്ര അടുത്ത് സ്ക്രൂ ഉണ്ടാവും. എത്ര സെന്റിമീറ്റർ? 40 സെന്റിമീറ്റർ റെഗുലർ ആയിട്ട് ആളുകൾ സ്ക്രൂ എല്ലാം അടിക്കുക. ഞങ്ങൾ അടിക്കുന്നത് 20 സെന്റിമീറ്ററിന്റെ സ്ക്രൂ ഉണ്ടാവും. അതിൻ്റെതായ വ്യത്യാസങ്ങളൊക്കെ വർക്കുമ്പോൾ കാണിക്കുന്നു മാത്രം. ഓക്കെ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിനീത് കുമാർ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആൻഡ് ജിപ്സം ബോർഡ്. ഈ സീലിംഗിന്റെ വർക്കുകൾ എങ്ങനെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചെയ്യാം, ജിപ്സം ബോർഡ് ഫിറ്റ് ചെയ്യാം, അതിന്റെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിലേക്ക് പോകുന്നേക്കാൻ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. പേരൊന്ന് പറഞ്ഞു തന്നത്? എന്റെ പേര് സുലൈമാൻ. ആറ്റൂരാണ് സ്വദേശം. തൃശ്ശൂർ ജില്ല അല്ലേ? തൃശ്ശൂർ ജില്ല. ഓക്കെ. ഫോൺ നമ്പർ താഴെ കൊടുക്കാം. കസ്റ്റംസിനോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കസ്റ്റംസിനോട് വർക്ക് 100% ഗ്യാരണ്ടിയോടെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതിന്റെ എല്ലാ വരും വരായികളും എല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുള്ളൂ. അത്രയും ഗ്യാരണ്ടി ആയിട്ട് ചെയ്തു കൊടുക്കും. ചില കസ്റ്റമർമാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ലെവൽ അനുസരിച്ച് ഇമ്മാതിരി സ്റ്റീലൊന്നും മാർക്കറ്റ് ലെവലിൽ അനുസരിച്ച് വരില്ല. അത് എല്ലാം ലോക്കലാ വരിക. എത്ര കേജ് ഉണ്ടാവും? ഇത് 0.5 ആണ് ഈ സ്റ്റീലിന്റെ കണക്ക്. ഇതിന് കൊടുക്കുന്ന മാതിരി വേറെ ഇത്രയും സ്ട്രോങ്ങിൽ വേറെ ആരും കൊടുക്കുന്നില്ല. ഇതും ഫ്രൈം റോക്കിന്റെ ആണ് സ്റ്റീല്. 40 വർഷത്തിന് 30 വർഷം ഞങ്ങൾ ഗൾഫിൽ തന്നെ ആയിരുന്നു. ഇപ്പൊ 10 വർഷമായിട്ടുള്ള ഞങ്ങൾ നാട്ടിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ ഈ ഏരിയ വിട്ട് എവിടെ പോകേണ്ട ഒരു അവസരം വന്നിട്ടില്ല. കാരണം അമ്മാതിരി വർക്ക് നമുക്ക് ഈ ഏരിയയിൽ തന്നെ ഉണ്ട്. പിന്നെ ഇപ്പൊ പോയത് ഞങ്ങൾ ആലപ്പുഴ ഈ എടത്തോ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് 4 വീടിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ബാക്കിയൊക്കെ നമ്മുടെ ലൊക്കാലിറ്റി ഏരിയയിൽ തന്നെ നമുക്ക് വർക്ക് എടുക്കാം. സാധാരണക്കാർക്ക് ഒരു ഇതുണ്ട്, ചിന്ത ഉണ്ട്. കാരണം അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങില്ല. ഇത്രയും വലിയ വർക്കല്ലേ. അപ്പോൾ ഇത് ജിപ്സം പ്ലാസ്റ്റർ പാരീസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് മനസ്സിലായി. അപ്പോൾ അവർ സാധാരണ തേച്ച് പ്ലാസ്റ്റർ ചെയ്ത് വൈറ്റ് സിമെന്റ് അടിക്കാൻ പതിവ്. അവർക്കൊക്കെ അത് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് അവരെ ചെലവിൽ ഒതുങ്ങുക? ചെലവിൽ ഒതുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് മോഡലുകൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത്രയും പൈസ കോസ്റ്റ്ലി വരുള്ളൂ. അല്ലെങ്കിൽ ഒരു റൂമിന്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു 15,000 രൂപ 18,000 രൂപ റേഞ്ചിലേക്ക് എത്തുള്ളൂ. പിന്നെ അതിൽ മോഡൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ചേഞ്ച് ഒക്കെ വരികയാണെങ്കിൽ മാത്രം അതിനുള്ള വ്യത്യാസം വരും അല്ലേ? അല്ലെങ്കിൽ ഒരു 15 രൂപ 18 രൂപ റേഞ്ചിൽ വരും. അപ്പൊ സാധാരണക്കാർക്കും ചെയ്യുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കോവിലേക്കും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ ആ റേഞ്ചിലേക്ക് എത്തുള്ളൂ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റീലിന്റെ ഈ മാറ്റങ്ങൾ വരും. ഇതേ സ്റ്റീലാണ് ഇത് ലോക്കലാണ്. ഈ സ്റ്റീലിട്ട് ചെയ്യുമ്പോൾ റേറ്റ് കുറയും. അപ്പൊ ഇക്കായുടെ കയ്യിലൊരു സാധാരണക്കാരൻ വരികയാണെങ്കിൽ അവനും അവന്റെ ആഗ്രഹത്തിനനുസരിച്ച് ബഡ്ജറ്റിൽ ചെയ്യാം. ഓക്കെ, അത് കേട്ടാ മതി. അത് ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. നമ്മള് ചെയ്യുന്നത് അലുമിനിയം വെച്ച് പ്ലാസ്റ്ററിങ് ചെയ്യും. അതേമാതിരി കോൺക്രീറ്റിന്റെ ഉള്ളില് അലുമിനിയത്തിന്റെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് ഞങ്ങൾ ചെയ്യാം. ഗ്യാരണ്ടി പണികൾ ചെയ്യുമ്പോൾ ഇമാതിരി ചെയ്യണം, എങ്കിലാണ് നമുക്കിതൊരു നിലനിൽപ്പുള്ളൂ. പിന്നെ സ്റ്റീലെല്ലാം അടുത്ത് ഇട്ടിട്ട് കൊടുക്കണം. സ്റ്റീലിന്റെ കമ്പനി സ്റ്റീലാണ്, ഫ്രൈം റോക്കിന്റെ സ്റ്റീലാണ്. അത് അടുത്തിട്ട് കൊടുക്കും വേണം, എങ്കിലാണ് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞങ്ങളിപ്പോൾ ഗ്യാരണ്ടി വർക്കാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത്ര അടുത്തൊന്നും ഒരാളും സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നും കൊടുക്കില്ല. അതാണ് പണിയുടെ ഒരു വ്യത്യാസം. പിന്നെ ഇതില് ഈ കോവിലേക്ക് വെക്കുന്നതിലൊക്കെ കംപ്ലീറ്റ് അടിച്ച് അടിയിലും മേലെ അലുമിനിയം വെച്ച് പ്ലാസ്റ്ററിന് കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ആക്കും. അങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പുകൾ. നമ്മൾ ചെയ്യുന്ന സ്റ്റീൽ ഇതാണ്, ഫ്രൈം റോക്ക് ഗ്ലാൻസ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് നമ്മൾ ചെയ്യുന്നത്. അത്രയും സ്റ്റീൽ അടിച്ചിട്ട് കൊടുത്താലാണ് നമുക്കിത് വാറന്റിയും ഗ്യാരണ്ടി ഒക്കെ കൊടുക്കാൻ പറ്റും. ഇവിടെ ഒരാൾക്കാരും ചെയ്യില്ല. അത് ഞങ്ങളുടെ പ്രത്യേകതയാണ്. ഞങ്ങൾ 40 കൊല്ലമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഈ ഗൾഫ് റിട്ടയർഡ് ആൾക്കാരാണ്. അത് ഞങ്ങൾ ചെയ്യുന്ന മാതിരി വേറെ ആരും ഇവിടെ ചെയ്യില്ല.
അതേമാതിരി തന്നെ ഇതിലൊക്കെ കംപ്ലീറ്റ് ഈ ബോർഡ് വെച്ചാലേ ഇതിന്റെ പണി കംപ്ലീറ്റ് അറിയുള്ളൂ. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ഭാഗം മേലുണ്ട്, നമുക്കൊന്ന് കാണാല്ലേ? അതൊന്ന് കാണാം. ഇത് ഫീഡിങ് ആണ്. ഇതിൻ്റെ ഉള്ളില് സീനറി വരും. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ലൈറ്റിന് ഒന്ന് പ്രൊജക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീഡിങ് സൗകര്യങ്ങളാണ് ഈ ചെയ്തിട്ടുള്ളത്. ഞങ്ങള് ഹാൻഡ് മെയ്ഡ് വർക്കാണ്. ഇത് ഞങ്ങൾ തന്നെ ഇവിടെ മോൾഡ് ചെയ്ത് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ ഇവിടെ സെറ്റ് ചെയ്യുന്നതാണ്. ലൈറ്റ് വർക്ക് വരും അല്ലേ? ഇതിന്റെ ലൈറ്റ് വരും, ഇതിന്റെ കോവ് ലൈറ്റും വരും. പിന്നെ ഇത് പ്രൊഫൈൽ. ഏതാണ് പ്രൊഫൈൽ ലൈറ്റ്? ഇത് ചാനല്. ഇത് പ്രൊഫൈൽ ലൈറ്റ് ആണ്. ഇത് കോവ് ലൈറ്റ്. ഇതിന്റെ ഉള്ള കാൽക്കുലേറ്റർ ചാനൽ കൊടുക്കുന്നത്. എന്നിട്ട് ഈ പ്ലാസ്റ്ററിങ് ഞങ്ങൾ ഈ പറഞ്ഞ സിസ്റ്റം ചെയ്യുമ്പോഴാണ് ഇതിന്റെ സ്ട്രോങ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇത്ര സ്ട്രോങ് കിട്ടില്ല. ഇതൊരു ബെഡ്റൂമാണ്. അതും ഇതേമാതിരി തന്നെയാണ്. അതിപ്പോ ഫിനിഷിംഗ് ആയോ? ഇതിന്റെ ഉള്ളിലെല്ലാം കോവിലേക്ക് വരും. കോവിലേക്കുകൾ വരും ഇതിന്റെ ഉള്ളിലെല്ലാം. ഇത് ഒരു റൂം. രണ്ട് സൈഡ് കോവിലേക്ക് വരുന്ന സിസ്റ്റമാണ്. കോവിലേക്ക് വരും, ലൈറ്റുകൾ വന്നു. ഇതിന്റെ മെയിൻ ആയിട്ട് നോക്കാനുള്ളത് ഇതിന്റെ എഡ്ജുകളാണ്. ഇതിന് ഇവിടെ ഇപ്പൊ നമ്മുടെ ഏരിയയിൽ മാർക്കറ്റിൽ ആരും ഈ വർക്ക് ചെയ്യുന്നില്ല. ഇത് ഞങ്ങൾ ചെയ്യുന്ന അതേ ക്വാളിറ്റി ക്വാണ്ടിറ്റിയിൽ ഒരാളും ഈ വർക്ക് ചെയ്യുന്നില്ല. അത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ. അത് ഞങ്ങൾ ഗൾഫിൽ നിന്ന് വന്ന ആളുകളാണ്. ഞങ്ങളുടെ ഉപജീവന മാർഗമാണ്, അല്ലാതെ ഞങ്ങൾ ബിസിനസ് ആയിട്ട് കൊണ്ട് നടക്കില്ല. അതുകൊണ്ടാണ് ഇത്രയും ഗ്യാരണ്ടി ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തു പോകുന്നത്. അത് പോക്കറ്റ് നടക്കുക. അവിടുന്ന് അതെ. ഇത് സാധാരണക്കാർക്കും താങ്ങും. നമ്മുടെ സാധാരണ ഇത്ര അടുത്ത് സ്ക്രൂ ഉണ്ടാവും. എത്ര സെന്റിമീറ്റർ? 40 സെന്റിമീറ്റർ റെഗുലർ ആയിട്ട് ആളുകൾ സ്ക്രൂ എല്ലാം അടിക്കുക. ഞങ്ങൾ അടിക്കുന്നത് 20 സെന്റിമീറ്ററിന്റെ സ്ക്രൂ ഉണ്ടാവും. അതിൻ്റെതായ വ്യത്യാസങ്ങളൊക്കെ വർക്കുമ്പോൾ കാണിക്കുന്നു മാത്രം. ഞങ്ങൾ മെയിൻ ആയിട്ട് പറഞ്ഞത് ബിസിനസ് അല്ല, ഞങ്ങൾ ഞങ്ങളുടെ ഉപജീവന മാർഗം നല്ല നിലക്കാണ്. ഞങ്ങള് ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാര് ഇന്നൂന്ന് മാത്രമാണ്. അപ്പൊ വർക്ക് ചെയ്യുന്നത് അതേ ഗ്യാരണ്ടി ക്വാളിറ്റി കൊടുക്കുന്നത് ഞങ്ങൾ ചെയ്യുള്ളൂ. അല്ലാത്ത വർക്ക് ഞങ്ങൾ ഉപേക്ഷിച്ചാലും ചെയ്യില്ല. പിന്നെ ആൾക്കാർ സ്ഥിരം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കും. പക്ഷെ നമ്മുടെ ഗ്യാരണ്ടി ഉണ്ടാവില്ല എന്ന് മാത്രം. നിങ്ങൾക്ക് 100% ഇദ്ദേഹത്തെ വിളിച്ച് വർക്ക് ഏൽപ്പിക്കാം വിശ്വസ്തയോടെ. അപ്പോൾ നിങ്ങൾക്ക് ജിപ്സം സീലിങ്സിൻ്റെ വർക്ക് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.